അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഭാര്യയാണെന്ന് അവൻ തെളിയിച്ചു തന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു. മാത്രമല്ല അവനെന്റെ സ്പോൺസറാണ്. അവൻ എന്റെ മറ്റേ ലൈസൻസ് ക്ലിനിക്കിന്റെ ലൈസൻസ് എടുത്തു തന്നത് അവന്റെ പേരിലല്ല ലൈസൻസ് എടുത്തത്. അവനല്ല ലൈസൻസ് എടുത്തു തന്നത്. പിന്നെ എന്റെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക, പൈസകൾ മോഷിക്കുക, ഒരുപാട് ഭീഷണി, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷകരമായ ചില വാർത്തകൾ പുറത്തു വന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയിരുന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഏതായാലും വളരെ നമുക്ക് സന്തോഷം പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദിയാധനമായ അവർ ആവശ്യപ്പെട്ട $1 മില്യൺ വാങ്ങിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിതയാക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരുടെ കുടുംബക്കാരും അവിടുത്തെ ഗ്രാമത്തലവനുമെല്ലാം നീങ്ങിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിന് പ്രധാനമായി നമ്മുടെ ബോച്ചെ നല്ലൊരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ $1 കോടി നമ്മുടെ നിമിഷ മോചന ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം ഏറ്റിരിക്കുകയാണ്. ഒരു ക്രൗഡ് ഫണ്ടിങ് തുടങ്ങുകയാണെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഫണ്ടിങ് പൂർത്തിയാക്കിക്കൊണ്ട് നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇതുവരെ അവരുടെ കടുംപിടുത്തമായിരുന്നു. പൈസ മാത്രം പോരാ, മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവർ തീർച്ചയായിട്ടും നല്ലൊരു അവസ്ഥയിലേക്ക്, നല്ലൊരു തീരുമാനത്തിലേക്ക് മാറുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിനെക്കുറിച്ച് ബോച്ചെ പറയുന്ന വാക്കുകൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം. അതുപോലെ തന്നെ തിങ്കളാഴ്ച നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും നല്ലൊരു പര്യവസാനത്തിലേക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ് നിമിഷയുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും അമ്മയും എല്ലാം തന്നെ. നമുക്ക് ആദ്യമായി ബോച്ചെ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി $1 കോടി നൽകാൻ തീരുമാനിച്ചു. കൂടാതെ എൻ്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൌഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ അബ്ദുൾ റൌഫിന്റെ ഫ്രണ്ടാണ് യമനിലുള്ള ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ. ദുബായിൽ ബിസിനസ് ചെയ്യുന്നു. അപ്പോ എന്നെ കുറിച്ച് അബ്ദുറഹീമിന്റെ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ ഇസുദ്ദീൻ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് റൌഫിനോട് പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോ ഇങ്ങനെ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നൊക്കെയുള്ള സംഭാഷണം വന്നപ്പോ ഇസുദ്ദീൻ പറഞ്ഞു, യമനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട്. അവിടെ ഗ്രാമത്തലവനും പിന്നെന്തോ ഷെയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവരൊക്കെ കൂടെ, കുടുംബാംഗങ്ങളൊക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോഴൊക്കെ പതിവ് പോലെ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ അതേപോലെ തന്നെ അനുഭവമാണ് എനിക്കുണ്ടായത്. പൈസ കൊടുത്താലും അവർ കുടുംബത്തിലുള്ള ചിലവരൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇവിടുത്തെ വലിയൊരു ചലഞ്ച്. അബ്ദുറഹീമിന് 34 കോടി 34 കോടി ലഭിക്കണമെന്നുള്ള മാത്രമായിരുന്നു വിഷയം. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ചലഞ്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് അവസാന നിമിഷം വരെ എത്തിച്ചേർന്നത്. പക്ഷേ അവസാന നിമിഷത്തിൽ 2 ദിവസമായിട്ട് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ അവിടെയുള്ള ഗ്രാമത്തലവനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രക്ഷിക്കാൻ, ആ വധശിക്ഷ ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് ആണ് വീഡിയോയിലൂടെ ഞാനുമായിട്ട് സംസാരിച്ചത്. ആ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു പ്രൂഫ് വേണമല്ലോ, ഇവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്ത് ചെയ്താലും അവസാനം നമുക്ക് കിട്ടാനുള്ളത് കിട്ടുമല്ലോ. ഇപ്പോൾ ബോച്ചെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. $1 കോടി താൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ദുബായിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന
വ്യക്തിയുമായി ബന്ധപ്പെട്ട് യമനിലുള്ള സുധിയുമായി കണക്ട് ചെയ്താണ് ഈ കാര്യങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യമനിൽ കഴിയുന്ന സുധി എന്ന് പറയുന്ന ബിസിനസ് മാൻ അവരുടെ ഗോത്ര തലവനുമായിട്ടും അതുപോലെ തന്നെ മരിച്ച തലാലിൻ്റെ കുടുംബക്കാരുമായിട്ടും സംസാരിച്ച ശേഷമാണ് ഇത്തരം സന്തോഷകരമായ ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബം ഈ ഒരു ആവശ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരു നിയമ തടസ്സവും പിന്നെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പൈസ റെഡിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള ചെറിയ ചില ബിസിനസ്സുകാർ വിചാരിച്ചാൽ നടക്കാവുന്ന സംഖ്യ മാത്രമേ ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം അബ്ദുറഹീമിൻ്റെ ആവശ്യത്തിന് വേണ്ടി 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ 45 കോടി രൂപ തന്നവരാണ് നമ്മുടെ മലയാളികൾ. തീർച്ചയായിട്ടും അത് തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിലും സംഭവിക്കും. 100% അത് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അധികമൊന്നും വേണ്ട, 5 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിലേക്ക് നാളെ നേരം വെളുക്കുന്നതോടുകൂടി കടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ബോച്ചെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി ഈ വരുന്ന തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് കാര്യങ്ങൾ മുന്നോട്ട് രാജ്യത്തിന് വേണ്ടി നീക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യമനുമായി അടുത്ത് ഇടപഴകുന്ന രാജ്യങ്ങളായ ഞാൻ പറഞ്ഞ പോലെ ഇറാനും അതുപോലെ തന്നെ ഖത്തറും ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ശിക്ഷാവിധി മരവിപ്പിക്കുക എന്ന് വേണ്ടത് മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ കുടുംബക്കാരുടെ മാപ്പ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായ ദിയാധനമായി അവർ ആവശ്യപ്പെട്ട $1 ബില്യൺ കൊടുത്തുകൊണ്ട് $1 മില്യൺ കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമ്മുടെ നിമിഷപ്രിയയെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് പങ്കുവെച്ച വിവരങ്ങളും ഏറെ സന്തോഷം പകരുന്നതാണ്. നമുക്കതുകൂടി ഒന്ന് കാണാം. ഈ വധശിക്ഷയുടെ തീയതി വന്നതിന് ശേഷം നിമിഷപ്രിയമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിമിഷമാണ് ആദ്യം എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നിമിഷം നമുക്ക് ഇൻഫർമേഷൻ തരും. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ആർക്കെങ്കിലും നിമിഷം വേണമെങ്കിൽ കൊടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇങ്ങനൊരു കാര്യം കിട്ടുമ്പോൾ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അന്ന് മുതൽ ഇന്ന് വരെയുള്ളൊരു കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ. എന്നിരുന്നാലും ധൈര്യമായിട്ടിരിക്കുക, പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. എല്ലാവരെയും കണ്ട് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇടപെടുന്നുണ്ട്, കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളത് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് സംസാരിച്ചതാണ്. എന്താണ് ഇനിയുള്ളൊരു മുൻപോട്ടുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ പറയുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് എന്തായാലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ട് ഇതിൻ്റെ അകത്ത് ഇടപെടണം. എല്ലാ ഇടപെടലും കാര്യങ്ങളും അതിശക്തമായിട്ട് ഉണ്ടായാൽ അതിൻ്റെ പരിഹാരം കാണുമെന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അന്നും ഇന്നും. അപ്പോൾ നിമിഷപ്രിയയുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 2 ദിവസം മുന്നേ നിമിഷപ്രിയയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നും അദ്ദേഹം ശുഭപ്രതീക്ഷയിലാണ്. നിമിഷയോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. യാതൊരു കാരണവശാലും പ്രതീക്ഷ കൈവിടരുത്, ധൈര്യമായിട്ട് അവിടെ ഇരിക്കൂ. കാര്യങ്ങൾ എല്ലാം ഇവിടെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിടത്ത് തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ട എല്ലാ നിയമകാര്യങ്ങളും അവരെ കൊണ്ടാവുന്ന വിട്ട് കുടുംബക്കാരും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കാത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ശുഭകരമായ ഒരു വാർത്ത തന്നെ പുറത്തേക്ക് വരുമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ആൾക്കാർ കമൻ്റ് ഇടുന്നു. ഞാൻ ആ കമൻറ്റ് റിമൂവ് ചെയ്ത് ഒഴിവാക്കി. എന്തായാലും അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ റീച്ചിനും നിങ്ങളുടെ ഇതിനും വേണ്ടിയിട്ടല്ലേ ഈ വാർത്ത വരെ നിങ്ങൾ ചെയ്യുന്നത്, വളരെ ക്രൂരമാണ് എന്ന രീതിയിൽ നമുക്കൊരു മെസ്സേജ് അയക്കുകയുണ്ട്. പക്ഷേ എനിക്കും സങ്കടം തോന്നി. ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല, ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തണമെന്നും നിമിഷപ്രിയ മോചിതയായി റഹീമിനെ പോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളും ഈ വാർത്ത എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ മറ്റു ചില ആൾക്കാർ ഇതിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചു, നിമിഷപ്രിയ പാപമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ, തലാൽ എന്ന് പറയുന്ന മനുഷ്യനെ വെട്ടി നുറുക്കി ടാങ്കിലാക്കി കൊന്ന ഒരു വ്യക്തിയല്ലേ എന്നൊക്കെ ചോദിച്ച് കമൻ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാര്യങ്ങൾ 100% നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവർ യമനിൽ സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന സ്വപ്നത്തിലാണ് നമ്മൾ പറയുന്ന തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പരിചയപ്പെടുന്നതും. അവിടെ യമനിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ യമൻകാരനായ പൗരൻ്റെ പേരിലാണ് എന്തായാലും അവിടെ ഇത് ഓണർഷിപ്പ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ നിമിഷപ്രിയ തയ്യാറായത്. ആ സമയത്തിലാണ് തലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ടൂറ് വരുന്നത്, അതും അവരുടെ ലേഡി സുഹൃത്തിൻ്റെ ഒപ്പം. അപ്പോൾ
നിമിഷപ്രിയക്ക് ഒന്നും തോന്നിയില്ല, അതിൽ യാതൊരു അപാകതയും ആ വ്യക്തിക്ക് തോന്നിയില്ല. പക്ഷേ അവരുമായിട്ട് പല സ്ഥലങ്ങളിലും ടൂറ് പോകുന്നു, നിമിഷപ്രിയയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അതെല്ലാം അവൻ സ്വകാര്യമാക്കി കയ്യിൽ വെക്കുകയാണ്. നിമിഷപ്രിയ അവിടെ പോയി ഈ തലാലിൻ്റെ പ്രവർത്തനം മോശമായ സമയത്ത് അവിടുത്തെ ഭരണകൂടത്തിൽ പോയി പരാതി കൊടുത്ത സമയത്ത് അദ്ദേഹം ഹാജരാക്കിയത് നിമിഷപ്രിയയുമായി ഞാൻ കല്യാണം കഴിഞ്ഞു, അദ്ദേഹം എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുള്ള വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം കോടതി ഇവരുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടി വിടുകയാണ്. അതിനുശേഷം പല ആവർത്തി നമ്മുടെ നിമിഷപ്രിയയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം നിമിഷപ്രിയയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയുണ്ടായി, നീ എൻ്റെ ഒറിജിനൽ ഭർത്താവല്ല, അതുകൊണ്ട് തന്നെ. അങ്ങനത്തെ ഒരുപാട് വൈരാഗ്യങ്ങളും നമ്മളറിയാത്ത ഒരുപാട് കഥകളും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. നിമിഷപ്രിയ ജയിലിൽ വെച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അയച്ച ഒരു വോയിസ് മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അന്ന് നിമിഷപ്രിയ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഭർത്താവിനെ വെച്ച് നിർത്തി എന്നൊക്കെയുള്ള വാർത്തയല്ലേ വന്നത്. അതൊക്കെ വളരെ തെറ്റാണ്. അവൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഭാര്യയാണെന്ന് അവൻ തെളിയിച്ചു തന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു. മാത്രമല്ല അവനെന്റെ സ്പോൺസറാണ്. അവൻ എന്റെ മറ്റേ ലൈസൻസ് ക്ലിനിക്കിന്റെ ലൈസൻസ് എടുത്തു തന്നാണ്. അവന്റെ പേരിലല്ല ലൈസൻസ് എടുത്തത്, അവനല്ല ലൈസൻസ് എടുത്തു തന്നത്. പിന്നെ പാസ്പോർട്ട് പിടിച്ചു വെക്കുക, പൈസകൾ മോഷ്ടിക്കുക, ഒരുപാട് ഭീഷണി, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ജയിൽവാടനായ ഒരാളെ ഒരുപാട് പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട്. ആ സമയത്തൊക്കെ അവിടെ അവന്റെ ജയിലിലെ ഒരു ജയിൽവാടനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അയാളോട് സപ്പോർട്ട് ചോദിച്ചപ്പോ എന്തോ ചെയ്യാ, അവനിൽ നിന്നും രക്ഷ തരാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുക, അവനെ മയക്കി കിടക്കുക, അതിനുശേഷം അവനെ കൊണ്ട് ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ബോധം തെളിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ഡൈവേഴ്സ് ഒപ്പിടിക്കുക, അല്ലെങ്കിൽ എനിക്ക് രക്ഷ തരുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു മാർഗം പറഞ്ഞു തന്നത്. അപ്പൊ ഞാന് യാതൊരു രക്ഷയില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവനിൽ നിന്ന് രക്ഷ നേടാൻ പറ്റാത്തതുകൊണ്ട് ഞാനതിനെ സമ്മതിച്ചു. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം ഇഞ്ചക്ഷൻ കൊടുത്തു. ആദ്യം ലജ്ജണം കൊടുത്തു, മയക്കി. അവന് മയക്കില്ല, അവൻ എപ്പോഴും മയക്കുമരുന്നും ഈ കഞ്ചാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈഫ് അവന് ഏറ്റില്ല, അവനെ മയക്കിയില്ല. അതിനുശേഷം പിന്നെ കെറ്റാമിൻ എന്ന് പറഞ്ഞ അതിലും കുറച്ച് വീര്യം കൂടിയ മയക്കുമരുന്ന് അവന് കൊടുത്തു. അവൻ മയങ്ങിപ്പോയി. ഞാനും പേടിച്ചു പോയി. അവന് ശ്വാസം നിലച്ചു പോകുമെന്ന് തോന്നിയപ്പോഴത്തേനും ഞാനും പേടിച്ചുപോയി. ഞാനും പേടിച്ച് എടുത്തു കഴിച്ചു, മയക്കുമരുന്ന് ഗുളികകൾ എടുത്തു കഴിച്ചു. അതിനുശേഷം എന്റെ കൂടുതൽ ജോലി ചെയ്യുന്ന നേഴ്സ് വന്ന് ഹെലൻ എന്ന് പറഞ്ഞ നേഴ്സ് വന്നു. അവളിപ്പോഴും ജയിലിലുണ്ട്. വ്യക്തമായി നിമിഷപ്രിയ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ വന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ മരുന്ന് കുത്തിവെക്കുകയാണ് ചെയ്തത് ആദ്യം. കാരണം അങ്ങനെ ഒരു ഐഡിയ ജയിലിൽ കഴിയുന്ന സമയത്ത് അവിടുത്തെ ഒരാൾ പറഞ്ഞു കൊടുത്തതാണ്. അവസാനമായി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് മരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തിയതിന് ശേഷം ഇയാളെ ബലമായി വെപ്പിച്ചതിന് ശേഷം പേപ്പർ കൊണ്ട് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് പാവം വിശ്വസിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹം മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഇതിനൊക്കെ അഡിക്റ്റായ ഒരു വ്യക്തിയായതുകൊണ്ട് ചെറിയ ഡോസ് കൊണ്ടും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ ഡോസ് കുത്തിവെച്ചിട്ടാണ് അബദ്ധവശാൽ ഇദ്ദേഹം മരണപ്പെടുന്നത്. അല്ലാതെ അദ്ദേഹത്തെ മരണപ്പെടുത്തുക എന്നുള്ള യാതൊരു ഉദ്ദേശവും നമ്മുടെ നിമിഷപ്രിയക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എഴുതി രേഖപ്പെടുത്തുക. നിമിഷപ്രിയ രക്ഷപ്പെടുന്നത് വരെ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും അതിൽ യാതൊരു മാറ്റവുമില്ല. നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.